പേര് സിനി. ഞാൻ കൊല്ലം ജില്ലയിൽ പുനരുന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 26-നാണ്. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ജർമ്മൻ എക്സാം എഴുതിയിരുന്നു. പക്ഷേ ഞാനത് പാസ്സാക്കാൻ സാധിച്ചിരുന്നില്ല. വീണ്ടും ഞാൻ ഡെയിലി പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്ത് എക്സാം എനിക്ക് ഡേറ്റ് കിട്ടി. ബാംഗ്ലൂരായിരുന്നു. അവിടെ ചെന്ന് തൈലം തേച്ച് ഞാൻ എക്സാം എഴുതി. മാതാവിൻ്റെ പ്രസൻസോടുകൂടി തന്നെ എനിക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചു. വീണ്ടും വലിയൊരു കടമയായിരുന്നു VFS അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് എനിക്ക് 2025 ഓഗസ്റ്റ് 18-നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിച്ചില്ല. ജർമ്മൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, വിസ കാറ്റഗറിയുടെ പ്രശ്നം കാരണം എനിക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിച്ചില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടുത്തെ ജയമാറാലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജയമാറാലി നടക്കുവാൻ എനിക്ക് ആഗ്രഹിക്കണമെന്ന്. അങ്ങനെ ജയമാറാലിയുടെ തലേന്ന് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. അത് നവംബർ 18-നായിരുന്നു. ഇവിടുത്തെ ജയമാറാലിക്ക് ഞാൻ വന്നിരുന്നു. പക്ഷേ അതും എനിക്ക് സബ്മിഷൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, 2025 25-ാം തീയതി രാത്രി കുർബാന കാണാൻ പോകുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് കുർബാന കാണാൻ സാധിക്കണമെന്ന്. അങ്ങനെ എനിക്ക് സബ്മിഷന് ഡേറ്റ് കിട്ടി. അത് ജാനുവരി 28-നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാമും എഴുതിയിരുന്നു. തൃശ്ശിയിലായിരുന്നു. എക്സാമിന് ചെന്നു. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. തൈലം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ സാധിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കത് പാസ്സാക്കാൻ സാധിച്ചു. എന്നിട്ട് VFS അപ്പോയിൻമെൻറ്റ് ബാംഗ്ലൂരായിരുന്നു. വിസയ്ക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് റേറ്റ് റീഷെഡ്യൂൾ ആണെന്ന്. അങ്ങനെ എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഫെബ്രുവരി 2-ാം തീയതി വരാൻ പറഞ്ഞു. എൻ്റെ അടുത്തൊരു ലേഡി വന്നിട്ട് എൻ്റെ അടുത്തും പറഞ്ഞു 2-ാം തീയതി വരാൻ പറഞ്ഞു. പക്ഷേ അത്രയും ദിവസം അവിടെ നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ജയമാല പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ പിറ്റേന്ന് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് സബ്മിഷന് ചെന്നു. അവിടെ ഇരുന്ന് ജയമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സബ്മിഷന് പേപ്പറെല്ലാം മേടിച്ചപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ തൈലം തേച്ചതിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് പാസ്പോർട്ടിൽ? ഞാൻ ഇതേപോലെ ഓയിൽ തേച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു പേപ്പറിൽ എഴുതിപ്പിച്ചിരുന്നു ഇതേപോലെ പാസ്പോർട്ടിൽ ഡാമേജ് ഉണ്ടെന്ന്. അങ്ങനെ സബ്മിഷനെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേച്ചിക്ക് പാസ്പോർട്ടിൽ ഡാമേജ് വന്നിട്ട് വിസ രജിസ്ട്രേഷനായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇവിടുത്തെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ മേടിക്കാൻ വന്നപ്പം കാശ് രൂപ ഞാൻ പാസ്പോർട്ടിൽ തന്നെ വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് സബ്മിഷൻ കഴിഞ്ഞു. എല്ലാവർക്കും 45 രൂപയ്ക്ക് പിടിക്കുന്ന വിസ എനിക്ക് 14 ദിവസം കൊണ്ട് വന്നു. ഫെബ്രുവരി 10 ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു എന്ന് ഉറപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്നത്തെ ആ 10-ാം തീയതിയാണ് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചേക്കുന്നത്. പിറ്റേന്ന് എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇവിടുത്തെ മാതാവിൻ്റെ ഡിസംബർ 7-ാം തീയതി ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. എൻ്റെ 7-ാമത്തെ പേജിലാണ് വിസ അടിച്ചിരിക്കുന്നത്. എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനാഥാലയങ്ങളിൽ ചോറ് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നത് പോലെ എനിക്ക് കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റന്നാൾ ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്കറിയാം അവിടെ ചെന്നിട്ട് കുറേ കടമയുണ്ടെന്നറിയാം. പക്ഷേ എന്നെ മാതാവിന് ഒരുക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം സമർപ്പിക്കുന്നു. ജെറമിയ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സിനി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച 2 അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ നന്ദിയോടെ സമർപ്പിക്കുകയാണ്. ആദ്യത്തത് ജർമ്മൻ ഭാഷാ പഠനം പൂർത്തീകരിക്കുന്നതിനും പരീക്ഷകൾ ജയിക്കുന്നതിനു വേണ്ടിയുള്ള മകളുടെ പരിശ്രമമായിരുന്നു. മകളത് പരാജയപ്പെട്ട മേഖലകളെ മകൾ സൂചിപ്പിച്ചു. അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചുകൊണ്ട് മകൾ വീണ്ടും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അത്ഭുതകരമായി ക്ലേശങ്ങളെല്ലാം മാറി മകൾ ആ പരീക്ഷ എല്ലാ മൊഡ്യൂളും ജയിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള പ്രോസസ്സിൽ വന്ന നിരന്തരമായ തടസ്സങ്ങളും സമയത്ത് സബ്മിഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ വാക്കുകളിലൂടെ മകൾ സൂചിപ്പിച്ചു. എന്നാൽ അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നാളുകളിലാണ് ഈ ക്ലേശങ്ങളൊക്കെ മകൾ അനുഭവിക്കുന്നത്.
എന്നാൽ ഉടമ്പടിയിലുള്ള വിശ്വസ്തത അല്പം പോലും കുറയ്ക്കാതെ അമ്മ മാതാവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തെ കാത്തുകൊണ്ട് സംരക്ഷിക്കുകയും ഏതൊരു ക്ലേശത്തിൽ നിന്നും തടസ്സത്തിൽ നിന്നും ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുമെന്ന പ്രത്യാശയിൽ അമ്മയോട് ചേർന്ന് നടക്കുകയും അമ്മയിൽ ആശ്രയിച്ച് മകൾ ജീവിക്കുകയും ചെയ്തതിനെയാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ തുടർച്ചയായി VFSൽ സബ്മിഷൻ പരാജയപ്പെടുന്നത്, എന്നാൽ ഓരോ തവണയും മകൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്, ജപമാല റാലിയിൽ പങ്കുചേരുന്നത്, ക്രിസ്മസ് കുർബാനയിൽ നന്ദിയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ അത് കൈക്കൊള്ളുന്നത് ഒക്കെ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഒരു സ്മൂത്ത് വേ ആവണമെന്നില്ല. ഉടമ്പടിയിലാണെങ്കിലും വിശ്വസ്തതയിൽ ജീവിക്കുന്നുവെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് ഹാർഡ് റോഡായിരിക്കുമുള്ളത്, പരുക്കനായ വഴികൾ. ചിലപ്പോഴും നാം എത്ര കണ്ട് നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ കാര്യങ്ങൾ വേഗത്തിലോ സമയത്തിലോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെയോ ക്രമീകരിക്കപ്പെട്ട് ലഭിക്കണമെന്നില്ല. പക്ഷെ ഓരോ തടസ്സത്തിനും ഓരോ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പുണ്ടാകും. ഓരോ കാര്യം താമസിക്കുമ്പോഴും മികച്ചത് നൽകുവാൻ ദൈവം കാത്തുവയ്ക്കുന്നതിൻ്റെ അടയാളമുണ്ടാവും. അതുകൊണ്ട് ഉടമ്പടിയിലാണോ ഉറപ്പായും ദൈവം കൈപിടിച്ചിട്ടുണ്ട്, അമ്മ കരയെത്തിക്കും എന്ന് പ്രത്യാശയോടു കൂടി ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ ഉടമ്പടി തന്നെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്നത് കാണാനാവും. മകൾ അതാണ് ഈ അൾത്താരയിൽ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നത്. 45 ദിവസം വരെയൊക്കെ നിരന്തരം ക്ലേശിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുവാൻ താമസിക്കുന്ന നോർമലായി എടുക്കുന്ന കാര്യങ്ങൾ അമ്മ 14 ദിവസം കൊണ്ടൊക്കെ എനിക്ക് ഏൽപ്പിച്ച് തിരികെ കയ്യിൽ തരികയും ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ വഴികളും അമ്മ തുറന്നു തരികയും ചെയ്തുവെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ അല്പം തടസ്സം നേരിട്ടാൽ ഉടമ്പടിയെയും മാതാവിനെയും ഈശോയെയും തള്ളിപ്പറഞ്ഞ് നാം ജീവിതം അലക്ഷ്യമായും അലസമായും ജീവിക്കുകയല്ല വേണ്ടത്. മറിച്ച് അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ഈശോ അനുഗ്രഹിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന ദിവസത്തിൽ എന്നെ കാണുകയും എൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ടാവുകയും ചെയ്യും എന്ന പ്രത്യാശയോടെ ഉടമ്പടിയിൽ ആഴപ്പെടുവാൻ, ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ, നന്മ ചെയ്യുന്നതിൽ ആഴപ്പെടുവാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ വളർത്തിക്കൊണ്ടിരിക്കും. അത് ഉടമ്പടിയുടെ ഓരോ നിയോഗത്തിന്മേലും ദൈവം കയ്യൊപ്പ് ചാർത്തുന്നത്, അമ്മ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നത് നമുക്ക് കാണാനാവും. അതിൻ്റെ സന്തോഷമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.